ഇന്തോനേഷ്യയിൽ കണ്ടതല്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സമൂഹം എവിടെയാണ്? രാജ്യം എവിടെയാ? അത് ഇന്തോനേഷ്യയാണ്. ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഹജ്ജിന് വേണ്ടി വരുന്നത് ഇന്തോനേഷ്യയിൽ നിന്നാ. ഈ അടുത്ത സമയത്ത് പോലും ആയിരങ്ങളാണ് മരണപ്പെട്ടത്. 2004 സുനാമി അടച്ച് ആയിരങ്ങൾ തകർന്നില്ലേ? കോടിക്കണക്കിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ലേ? ഇതിന്റെ എല്ലാം ഉറവിടം കടൽ തീരത്ത് വിനോദസഞ്ചാര മേഖലകളിൽ നിന്നാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചതും അതേപോലെ വിനോദവും ആഭാസവും അശ്ലീലങ്ങളും നടക്കുന്ന സമയത്താ ആ കടലിനെ കൊണ്ടുപോലും അല്ലാഹു സുനാമി അടുപ്പിച്ചത്. അതും പടച്ച റബ്ബിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് കൂടെ കേൾക്കണേ. ഒരു 10 കിലോമീറ്റർ, ഒരു 20 കിലോമീറ്റർ നിങ്ങൾ സഞ്ചരിച്ചാൽ കടലിന്റെ തിരമാലകൾ നിങ്ങൾക്ക് കാണാമെങ്കിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ലൈസ മിൻ ലൈലത്തിൻ ഇല്ലാ വൽ ബഹ്റു യുശ്രിഫു ഫീഹാ ثلاث مرات يستأذن الله أن ينتظر عليهم فيحفهم بمنه وكرمه كما قال رسول الله صلى الله عليه وسلم. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എല്ലാ രാത്രിയും ഈ കാണുന്ന കടലിന്റെ തിരമാലകളുണ്ടല്ലോ 3 പ്രാവശ്യം അല്ലാഹുവിനോട് ചോദിക്കുമത്രേ, ലൈസ മിൻ ലൈല, ഒരു രാത്രി പോലും ഇല്ല, ഇല്ലാ വൽ ബഹ്റു യുശ്രിഫു ഫീഹാ 3 മററാത്ത്. അല്ലാഹുവിനോട് പടച്ച തമ്പുരാനോട് യസ്തഅ്ദിനുല്ലാഹ്, അനുവാദം ചോദിക്കുകയാണ്. പടച്ചവനെ, ഈ കടലിന്റെ ഓരത്ത് താമസിക്കുന്നവര് ഈ കടലിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അശ്ലീലതകൾക്ക് കോപ്പുകൂട്ടുകയാണ്. അല്ലാഹ്, അവരെ ഞാനൊന്ന് പിടിക്കട്ടെയോ തകർക്കട്ടെയോ അല്ലാഹ്. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ഈ കാണുന്ന കടലിന്റെ തിരമാലകൾ എല്ലാ രാത്രിയും പടച്ചവനോട് ചോദിക്കുമെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ പടച്ചവന്റെ മറുപടി, അരുതേ, എന്റെ ദാസനെയും എന്റെ ദാസിമാരെയും തൊട്ടുപോകരുതേ കടലേ. ഫയഹഫഹുമുല്ലാഹു ബിമന്നിഹി വകറമിഹി. അല്ലാഹുവിന്റെ ഔദാര്യവും അവന്റെ കരുണയും കൊണ്ട് കടലിനോട് പറയും, തൊട്ടുപോകരുത്. അല്ലാഹ് അനുവാദം കൊടുത്ത ഈ വാലും സ്റ്റേജും ഒക്കെ ഉണ്ടാവും അവിടെ. നിങ്ങൾ വിചാരിക്കും കൊട്ടുകാട് വരെ ഒരു 10-15 കിലോമീറ്റർ ഉള്ളു. കിലോമീറ്റർ ആണ് കടലിന്? 20 അല്ലെ 30 അല്ലെ 40 50. കടലിന് 50 100 കിലോമീറ്റർ അടിച്ച് ഇന്തോനേഷ്യയിലൊക്കെ. 6 ഉള്ളു, 5 ഉള്ളു. കുറഞ്ഞു വരുവാണ്. അല്ലാഹ് കാത്തുരക്ഷിക്കണം. അപ്പൊ ദുആ കൂടുതൽ ചെയ്യണം. ദുആ കൂടുതൽ ചെയ്യണം. ഇവിടുന്നൊക്കെ അടിച്ച് പത്തനാപുരത്തോട്ട് വരുമ്പോ ഞങ്ങൾ അവിടുന്ന് വണ്ടി വിടും. അങ്ങനൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരട്ടെ. അള്ളാഹ്ക്ക് ഇതിപ്പോ വല്ലതും ഉണ്ടോ? അതാണ് 6 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ കടലിന്റെ അടുത്ത് കിടക്കുന്നവരൊക്കെ എപ്പോഴും രാത്രി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടേ കിടക്കാവൂ രാത്രി. മനസ്സിലായില്ലേ? എപ്പോഴും ലാസ്റ്റ് സീൻ എത്ര? 12:31, 1:21, 2:41. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കിടക്കുക. ഒരു ഇസ്തിഗ്ഫാർ പോലും ചെയ്യൂല ചെറുപ്പക്കാർ മൊത്തവും. ചെറുപ്പക്കാരുള്ള ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആണോ ബാഡ് നൈറ്റ് ആണോ എന്നുള്ളത് നേരം വിളിക്കുമ്പോ പറയാം. കാരണം എന്താ? എവിടാ പോയി കിടക്കുന്ന അറിയാം. ഒരു ഹദീസ് കേട്ടോ, രാത്രി ഗുഡ് നൈറ്റ് അടിച്ച് കിടക്കുന്നവർ രാവിലെ അവന്റെ അവസ്ഥ എന്താണെന്നുള്ളതിന്റെ ഹദീസ് കേട്ടോ. FBയും VPയും എല്ലാ കോപ്പും ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് രാത്രി കിടന്ന് ഉറങ്ങിട്ട് ഒരു ഇസ്തിഗ്ഫാർ പോലും അല്ലാഹുവിനോട് പടച്ച എന്തൊക്കെ തോന്നിയാസാണ് അങ്ങോട്ട് ഇല്ലേ? സംഭവമില്ല. കോപ്പം എന്ന് പറഞ്ഞ പേടിയുണ്ട്. അതാ ഒരു ആയുധം എന്നതിന്റെ അർത്ഥം. ടെലസ്കോപ്പ് ഇല്ലേ? എല്ലാം കോപ്പൊന്നല്ല ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പറയുന്നത്. അല്ല, എൻഡോസ്കോപ്പ്, മൈക്രോസ്കോപ്പ് എല്ലാം കോപ്പെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അതൊരു ആയുധത്തിന്റെ ഒരു ഉപകരണം. അതേ ഉള്ളൂ അതിന്റെ പേര്. അങ്ങനെ തന്നെയാണ്. അത് നമ്മളെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. കളിക്കോപ്പ് എന്നൊക്കെ പറയുന്നു, പാട്ടൊക്കെ പാടുമ്പോൾ കളിക്കോപ്പുകൾ എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. അത് പിന്നൊക്കെ നമ്മൾ സംസാരിച്ച് പിന്നെ അങ്ങനെ ആയിപ്പോയി. പിന്നെ ഈ കാണുന്നൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഇതല്ലാതെ വേറെ എന്ത് പറയാനാ? എത്ര ഹദീസ് ഓതിയിട്ടും ഫായിദയില്ല, ഖുർആൻ ഓതിയിട്ടും ഫായിദയില്ല. ഇതിനൊട്ട് കുറവില്ല. പിന്നെ നമ്മളിതൊക്കെ പറയാതെ എന്ത് ചെയ്യും? ഇതുകൊണ്ടായി ലൈവ് ഒന്നും കൊടുക്കരുതെന്ന് പറയുന്നത്.
എന്തെങ്കിലുമൊക്കെ ഇച്ചിരി പച്ചക്കൊക്കെ വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ ഈ ലൈവ് ഈ പറഞ്ഞ സാധനം ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്നാലേ നമുക്ക് റാഹത്തായിട്ട് എന്നാലും കാര്യം പറയാൻ പറ്റുള്ളൂ അല്ലേ? അത് തന്നെ സംഭവം ആയിരിക്കട്ടെ. ഒരു ഹദീസ് കേട്ടോ, രാത്രി കളിച്ചും ചിരിച്ചും കിടന്നുറങ്ങുന്നവൻ നേരം വിളിക്കുമ്പോൾ കടലിൽ പോയി കിടക്കുന്ന രംഗം. അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. എല്ലാം പറഞ്ഞ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഴുവനും പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുർആനും മജീദും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം അള്ളാഹും റസൂലും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഭൂമി കുലുങ്ങുന്നത്, എന്തുകൊണ്ടാണ് കടൽ ക്ഷോഭിക്കുന്നത്, എന്തുകൊണ്ടാണ് ഉരുൾ പൊട്ടുന്നത്, എന്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് നമ്മൾ ഗർത്തമുണ്ടായി അതിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തുകൊണ്ടാണ് കൊടുങ്കാറ്റ്, എന്തുകൊണ്ടാണ് കത്രീനക്കാറ്റ്, എന്തുകൊണ്ടാണ് തെത്ലീക്കാറ്റ്, എന്തുകൊണ്ടാണ് ലുബാൻ കാറ്റ്. പഠിച്ചല്ലേ ഇതൊക്കെ? അടിച്ചോണ്ടിരിക്കുക, ഓരോ സ്ഥലത്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. എവിടുത്തെ തോതനുസരിച്ച് എങ്ങോട്ട് തിരിക്കണം എന്നുള്ള അള്ളാഹ് തീരുമാനിക്കും. ഇതൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാണ് സംഭവം. പല പല പേര്, ഓരോരോ ദിവസം ഓരോരോ പേരാണ്. അടുത്ത സമയത്ത് ലുബാൻ കാറ്റ് വന്നു, എന്റെ മോടെ പേരാ ലുബാനാണ്, അതിലും പേര്. അപ്പൊ ഞാൻ പത്രത്തിൽ വായിച്ചിട്ട് മോളെ എന്റെ പേരിലാണല്ലോ ഇന്നത്തെ കാറ്റ്, കൊള്ളാം. വേറെ കാറ്റിന് എന്ത് പേരിടാനാണ്? ഓരോരോ പേര് ഇങ്ങനെ ഇട്ട് പോവാണ്. ഇതെല്ലാം എന്തുകൊണ്ടാണ് കാറ്റടിക്കുന്നത്? അതീത് കേട്ടോ, അപ്പൊ മനസ്സിലാവും ഈ കാറ്റടിക്കുന്നൊക്കെ എന്താ സംഭവം. എല്ലാം അതാ റെഡ് അലർട്ട് അള്ളാഹ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നേരത്തെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി പുതിയതായിട്ടൊന്നും കൊണ്ടുവരാനൊന്നുമില്ല. എല്ലാം സംഭവിക്കാൻ പോകുന്നത് ഒച്ച വെള്ളം പോലെ അള്ളാഹു റസൂലും പഠിപ്പിച്ചു കഴിഞ്ഞു. എല്ലാം പഠിപ്പിച്ചു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, റവാഹു അഹ്മദ്, യബീതു ഖൗമും മിൻ ഹാദിഹിൽ ഉമ്മ, എന്റെ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് അലാ തുഅമിൻ വശുർബിൻ വലഹുബിൻ വലഅബിൻ, തിന്നും കുടിച്ചും കളിച്ചും ചിരിച്ചും രസിച്ചും രമിച്ചും കൊണ്ടാണ് അവർ ഉറങ്ങുക. ഫയുസ്ബിഹു ഖദ് മുസിഖു ഖിറദതൻ വഖനാസീറാ, നേരം വെളുക്കുമ്പോ അവരുടെ കോലം തന്നെ മരിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ രാത്രി തങ്ങൾ പറഞ്ഞ വാക്കാണ്. ശരിയല്ലേ? നമ്മൾ രാത്രി 12 മണി, നമ്മൾ ഹൈവേയിലൂടെ പോയി നോക്ക്, 12 മണി 1 മണിക്കൊക്കെ അൽഫാമിന്റെ കാലും കടിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. അൽഫാമിന്റെ കാല് ഒരുത്ത ഇങ്ങോട്ട് പിടിക്കുന്നു, അവരിങ്ങോട്ട് പിടിക്കുന്നു അല്ലേ? നാറിലെ കോഴി, നൂറിലെ കോഴി, ചൊവ്വായ കോഴി, പാവം കൊച്ചു കുഞ്ഞ് പ്രസവിച്ച് കിടക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു വിഷമം വരും. അല്ലാ, കഷ്ടം. അതിനെ പൊക്കി എടുത്തോണ്ട് വന്ന് അളിയ പിടിയളിയ, ഒരു കാലം അങ്ങോട്ട് ഒരു കാലം ഇങ്ങോട്ട്. സമയം നോക്കുമ്പോ 1:42. എടാ, ഈ 12 മണിക്ക് ഇവന്മാര് തിന്നുന്ന കണ്ടില്ല. രാത്രിയാ മൊത്തം കട, നൈറ്റ് കടകളല്ല കൂടുതലും. ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്, രാത്രി ഇതൊക്കെ തിന്നിട്ടല്ലേ പോയി കിടക്കുന്നത്. കഞ്ചാവ് ഇഷ്ടം പോലെ കിട്ടും, തട്ടുകാരുടെ കൂട്ടത്തിൽ നിന്നും കിട്ടും സാധനം. ആംബ്ലേറ്റ് അടിച്ചു വിട്ടിട്ട് ഈ സാധനം പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല റാഹത്താണ്. അപ്പൊ നല്ല ഉറങ്ങാൻ പറ്റുമോ? നമ്മള് കുരുമുളകാന്ന് വിചാരിച്ച് മുസ്ലിയാർ അങ്ങനെ മേടിച്ചടിച്ചാൽ സുബഹി 9 റക്കാത്തായിരിക്കും രാത്രി. അതുകൊണ്ട് തട്ടുകടയിൽ പോയിട്ട് ബുൾസെ അടിക്കാൻ നിൽക്കണ്ട. ഏറ്റവും നല്ല കാര്യം അതാണ്. ചുരുട്ടിട്ട് കൊടുക്കാണ് സാധനം. ഇങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല സംഭവം എന്താണെന്നൊന്നും, ഒന്നും അറിയില്ല. തിന്നാനും കുടിക്കാനും പറ്റാത്ത കാലഘട്ടമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാലങ്ങൾ അങ്ങനെയായി പോയി ഹബീബേ. ഇതൊക്കെ നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രാത്രി എന്റെ ഉമ്മത്ത്, അതാണ് നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞു, യബീതു ഖൗമൻ മിൻ ഹാദിഹിൽ ഉമ്മ, എന്റെ ഉമ്മത്ത്, ഈ സമുദായം രാത്രി ഉറങ്ങുന്നത് അലാ തുഅമിൻ വശുർബിൻ, തിന്നും കുടിച്ചിട്ടുമാണ്, വലഹുബിൻ വലഅബിൻ, കളിച്ചും ചിരിച്ചിട്ടുമാണ്. വാട്സാപ്പിൽ കളിയല്ലേ രാത്രി ഉറങ്ങുമ്പോ? അതല്ലേ അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യാ എന്ന് പറഞ്ഞിട്ട് രാത്രി ഉറങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞ് എഴുതാം. ഇപ്പൊ ശരി, നേരം വെളുത്തോണ്ട് എഴുന്നേറ്റ് കുത്തി നോക്കും വല്ലവണ്ണം വിട്ടോന്ന്, വല്ല സാധനം വിട്ടിട്ടുണ്ടോന്ന്. രാവിലെ ഉറക്കത്തിൽ എഴുന്നേറ്റ് സാധനം എടുത്ത് ആദ്യം വരച്ചു നോക്കുന്നതല്ലേ. ദിക്റുകളുണ്ടോ? അല്ലാഹയെ ഓർക്കാറുണ്ടോ? ഉറങ്ങാൻ കിടക്കുമ്പോഴേ തന്നെ, എഴുന്നേൽക്കുമ്പോഴേ തന്നെ, തലങ്ങണിക്ക് വരെ ഇതെടുത്ത് ഇങ്ങനെ സൈഡിൽ വെച്ചിരിക്കുകയാണ്. കളിയിലും ചിരിയിലും രസത്തിലും അനുഭൂതിയിലുമാണ് എന്റെ ഉമ്മത്ത് രാത്രി ഉറങ്ങുന്നത്. പന്നിയുടെയും കുരങ്ങന്റെ ഒക്കെ കോലത്തിലാക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിലും എന്റെ ഉമ്മത്തികളെ കോലം മറിക്കലെന്ന് ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷേ കോലം മാറിപ്പോ
നമ്മുടെ രൂപം മാറിപ്പോ. എങ്ങനെ? നേരം വെളുക്കുമ്പോൾ നേരം വെളുക്കുമ്പോ രാത്രി സംസാരിച്ചിട്ട് ഉറങ്ങാൻ കിടന്നവരാണ്, രാത്രി ഫോണിലൂടെ സംഭാഷണം നടത്തിയവരാണ്, 12 മണി 1 മണിക്ക് സംസാരിച്ചവരാണ്, പരസ്പരം ചാറ്റ് ചെയ്തവരാണ്. നേരം വെളുക്കുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ കടയുടെ സൈഡിൽ നിന്നിട്ട് പറയുന്നു, ജനങ്ങൾ നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് വിളിച്ചു പറയുകയാ, അളിയാറിഞ്ഞോ, ഇന്നാരുടെ വീടോടുകൂടി ഭൂമി കൊണ്ടുപോയി, ഇന്നാരുടെ മകനെ വെള്ളം കൊണ്ടുപോയി, ഇന്നാരുടെ മകന്റെ വീടും കുടുംബവും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി എന്ന് ജനങ്ങൾ പറയുന്ന അവസ്ഥയിൽ ഈ സമൂഹം രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് കളിയിലും ചിരിയിലുമായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അടിമാലിയിൽ 12 മണിക്ക് പരസ്പരം സലാം പറഞ്ഞു ഉറങ്ങിയവരാണ്, പരസ്പരം ഷെയ്ഖാന്റെ കൊടുത്തുറങ്ങിയവരാണ്, പരസ്പരം ഫോണിലൂടെ ചാറ്റ് ചെയ്തുറങ്ങിയവരാ. 3 കാലിന് ഉരുൾപൊട്ടിയത് അവരെ അറിയുന്നില്ല, ആ നാട്ടുകാരെ അറിയുന്നില്ല. നേരം വെളുക്കുമ്പോ ആ ഗ്രാമവീതിയിലൂടെ സഞ്ചരിച്ചവരെ കാണുന്നത് അത്ഭുതം കാഴ്ചയാണ്, അത്ഭുത കാഴ്ചയാ. അങ്ങനെ ഒരു വീട് അവിടെ ഇല്ല. ഖുർആൻ പറഞ്ഞില്ലേ, കഅല്ലം തഗ്ന ബിൽ അംസി, ഇന്നലെ ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു വീട് ഇവിടെ ഇല്ലാത്ത മാതിരി അല്ലാഹു ആ ഭൂമിയെ നിരപ്പാക്കി കളഞ്ഞു. എല്ലാരും പറഞ്ഞില്ലേ നേരം വെളുത്തപ്പോ അറിഞ്ഞോ സംഭവം? ഇടുക്കിയിലെ ഭൂമി കുലുക്കം, ഉരുൾപൊട്ടൽ, ഒരു വീട് ഒലിച്ചുപോയി, 4 പേരൊരു കുടുംബത്തിൽ ഒലിച്ചുപോയി, കുട്ടി ഒലിച്ചുപോയി, തള്ള ഒലിച്ചുപോയി. നമ്മളെല്ലാരും പറഞ്ഞില്ലേ? ഹബീബേ? എന്താ മിണ്ടാത്ത നിങ്ങള്? പറഞ്ഞില്ലേ? അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാ പറയുമെന്ന് ജനങ്ങൾ രാവിലെ അല്ലേ പറഞ്ഞത്, രാത്രി അറിയില്ലല്ലോ. ഇങ്ങനെ സംഭവിച്ച നമ്മൾ അറിയില്ലല്ലോ, ഇനി അവിടെ ഉള്ളവർ അറിഞ്ഞു കാണും. പക്ഷെ നമ്മൾ അറിഞ്ഞത് രാവിലെയാ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അറിഞ്ഞോ അടിമാലിയിൽ ഉരുൾപൊട്ടൽ, ഇടുക്കിയിൽ ഉരുൾപൊട്ടൽ, ഇന്ന സ്ഥലത്ത് ഉരുൾപൊട്ടൽ, കോഴിക്കോട് ഉരുൾപൊട്ടൽ. ഇതെല്ലാം ഉരുൾപൊട്ടി എന്ന് പറയുമ്പോൾ ഇത്ര വീട് പോയി, ഇത്ര പേര് പോയി, ഇത്ര ആളുകളെ കാണാനില്ല. അവർ വിളിച്ചു പറയുകയാണ്, ഇന്ന കുടുംബക്കാരെ കൊണ്ട് വീട് ഇതാ മുങ്ങിയിരിക്കുകയാണ്, വീട് ഇതാ ഒഴിച്ചു പോയിരിക്കുകയാണ്, ഭൂമി ഇതാ താഴ്ന്നിരിക്കുകയാണ്, ആകെ മൊത്തത്തിൽ വിഷമം, പ്രയാസം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്താണ് നബിയേ? ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അയച്ചതുപോലുള്ള പ്രളയങ്ങളാണ് അയക്കുക. സുനാമി കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും, അതേപോലെ കടൽക്ഷോഭത്തെ കൊണ്ടും വെള്ളപ്പൊക്കത്തെ കൊണ്ടും അല്ലാഹു പരീക്ഷിക്കുമത്രേ. മാത്രമല്ല ആദ് സമൂഹത്തിന്റെ നേർക്ക് അല്ലാഹു തആല അയച്ച ഭയങ്കരമായ കാറ്റ്, അരീഹൽ ലഖീർ വലതുർസിലന്ന അല്ലാഹു അലൈഹിം അരീഹൽ അഖീം. ഒരു ഗുണം ചെയ്യാത്ത ആർക്കും ഗുണമില്ലാത്ത കൊടുങ്കാറ്റ് കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിക്കുകയാ, അതിന്റെ കാരണങ്ങൾ എന്താണ് നബിയേ? പിന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 5 കാരണങ്ങളാണ് സഹാബ. അതിനുള്ള കാരണങ്ങൾ 5ആണ്. 1, ബിശുർബിഹിം അൽ ഖംറ, അവർ മദ്യം കുടിക്കുന്നതിന്റെ പേരിലാണ്, കഞ്ചാവ് കഴിക്കുന്നതിന്റെ പേരിലാണ്. കഞ്ചാവ്, മദ്യമൊക്കെ കല്ലി വലിയ, അതൊക്കെ പോയി സംഭവം, അതൊക്കെ ജ്യൂസ് പോലെയുള്ളൂ. അപ്പൊ അതൊന്നും പോരാ, മറ്റേ സാധനം വേണം. അത് പോയി ഇഞ്ചക്ട്. ഇത് നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ കൊച്ചുകുട്ടികളടക്കം 10ാം ക്ലാസ്, 12ാം ക്ലാസ്, 13ാം ക്ലാസ്. കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വന്നില്ലേ, വെടിഞ്ഞത്ത് ഒരു ഉമ്മയെ ആരാ കൊന്നത്? ഒരു ഉമ്മയെ കൊന്നത് ആര്? 15 വയസ്സുള്ള പയ്യൻ, സ്വന്തം മകൻ കഞ്ചാവിനടിച്ച്. 5 കാര്യം. ഒരു ഹദീസ് തുറക്കട്ടെ, വേറെ
ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയിലേക്ക് പോയി. എന്തുകൊണ്ടാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് പറഞ്ഞു തരുമോ? കേട്ടോണം, നല്ലപോലെ കേട്ടോണം. ഇനി അടുത്തുണ്ടാകുമ്പോൾ ഈ അതീതൊക്കെ ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടാവൂല എന്നും പറഞ്ഞ് തൗബ ചെയ്തുകൊണ്ടെല്ലാം പോയെന്നും പേടിക്കൊന്നും വേണ്ട. പകുതി അള്ള പിടിച്ചിരുത്തിയേക്കുക. ആരുടെയൊക്കെ ഒരുപാട് വർക്കത്തുണ്ട്. പേടിച്ചോ? കേട്ടോ നിർത്താൻ സമയമായോ? പോകുന്ന ആൾക്കാരുണ്ട്. ഇത് കേട്ടപ്പോ ഭൂകമ്പം ഉണ്ടാവുമെന്ന് പേടിയായിരിക്കും. എത്ര പോയാലും കൂടെ വരുമെന്ന ഹദീസ്. അതിന്റെ ആയത്തുണ്ട്, ഓതണോ? പോകുന്നവന്റെ കൂടെ വരുമെന്ന, ഓടുമ്പോ അവന്റെ പിന്നാലെ വരുമെന്നുണ്ട്. അതിന്റെ ആയത്തുണ്ട്. എല്ലാം ഉണ്ട്. അല്ലാഹു തആല ഒന്നും പറയാതെ പോയിട്ടില്ല. ഉറങ്ങുന്ന സമയത്ത് കളിച്ചോണ്ടിരിക്കുമ്പോ വരുമെന്ന്, പകൽ സമയത്ത് നടക്കുമ്പോ വരുമെന്ന്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പച്ചയായിട്ട് ഖുർആനിൽ പറഞ്ഞിരിക്കുക. എവിടെ ഓടിപ്പോകാനാ, എങ്ങോട്ട് പോകാനാ? അതാ അല്ലാഹു ഞാൻ നേരത്തെ ഒരു ആയത്ത് ഓതി വെച്ചു. എങ്ങനെയൊക്കെയാ ശിക്ഷിക്കുന്നത്? فَكُلًّا أَخَذْنَا بِذَنبِهِ فَمِنْهُمْ مَنْ أَرْسَلْنَا عَلَيْهِ حَاصِبًا. കൊടുങ്കാറ്റടിച്ച്, ചരൽക്കാറ്റടിച്ച്, പൊടിക്കാറ്റടിച്ച്, തീക്കാറ്റടിപ്പിച്ച് ഈ സമൂഹത്തെ ഞാൻ പീഡിപ്പിക്കുമത്രേ. കാറ്റടിക്കുന്നതിന് വേറൊരു കാരണം ഒരു അതീതോടെ പറഞ്ഞുതരാം. എന്തുകൊണ്ട് ഇപ്പൊ ഈ കാറ്റ് ഭയങ്കരമായിട്ട് കിടന്നടിക്കുന്നത്? സുപ്രീം കോടതിയുടെ ഉത്തരവ്. നബിയുനാ സഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ വൽറിജാലു ബിർറിജാൽ ഫബശ്ശിർഹും ബിരീഹിൻ ഹംറാ തഖ്റുജു മിൻ ഖിബലിൽ മശ്രിഖി فيمسخ بعضهم ويخسف في بعض ذلك بما عصوا وكانوا يعتدون كما قال رسول الله صلى الله عليه وسلم. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വെച്ച് പറഞ്ഞില്ലേ, അത് യാഥാർത്ഥ്യമായില്ലേ? അതുകൊണ്ടാണ് കൊടുങ്കാറ്റടിക്കുന്നതെന്ന് ഹബീബായ തങ്ങൾ പറയുകയാണ്. എന്തേ കാരണം? പെണ്ണിനെ കൊണ്ട് ലൈംഗിക അരാജകത്വത്തിന് നേതൃത്വം കൊടുക്കുമ്പോ ആണുങ്ങളുമായി പ്രകൃതി വിരുദ്ധ ലൈംഗിക ആഭാസത്തിന് പരസ്യമായ ഒരു അനുവാദം ഏതൊരു കാലഘട്ടത്തിൽ ലഭിക്കുന്നുവോ ഫബശ്ശിർഹും, അവർക്കൊരു സന്തോഷ വാർത്ത അറിയിക്കണേ. എന്താണ് ആ സന്തോഷ വാർത്ത? ബിരീഹിൻ ഹംറാ, കൊടുങ്കാറ്റ്, ചരൽക്കാറ്റ്, തീക്കാറ്റ്, കത്രീന കാറ്റ്, തെത്ലി കാറ്റ്, ലുബാൻ കാറ്റ്, ഇതുപോലുള്ള കൊടുങ്കാറ്റുകളെ കൊണ്ട് അവർക്കൊരു സന്തോഷ വാർത്ത അറിയിക്കണേ. ആ കൊടുങ്കാറ്റടിച്ചാൽ എന്താണ് പിന്നീട് സംഭവിക്കുക? ഫയുംസഖു ബഅ്ദുഹും വയുഖ്സഫു ബിബഅദ്, അവരുടെ ചിലരുടെ കോലങ്ങൾ തന്നെ മറിക്കുകയും ചിലരെ ചെളിക്കുണ്ടിൽ ആഴ്ത്തിക്കളയുകയും ചെയ്യുമത്രേ. പോയി 5 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോ മോന്ത കാണൂല, കണ്ണ് കാണൂല, എല്ലാം കൂടെ ഞങ്ങൾക്ക് ഇരിക്കുന്ന ആളാ, തെള്ളിയും പറിച്ചൊക്കെ ഇരിക്കുന്ന ആളാ. അതിന്റെ അർത്ഥം എന്താ? വിരൂപി എന്നല്ല അതിന്റെ അർത്ഥം. കോലം മറിച്ചു എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ അർത്ഥം. ഓക്കി കാറ്റടിച്ചു, DNA ടെസ്റ്റ് ചെയ്തിട്ടല്ലേ ഇത് ഇന്നാളാണെന്ന് മനസ്സിലാക്കിയത്. കേരളത്തിൽ നടന്ന സംഭവം. ഓക്കി കാറ്റടിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ശരിയാണ്, കൊടുങ്കാറ്റടിക്കും, പക്ഷെ നിങ്ങളുടെ രൂപം മനസ്സിലാക്കാൻ പറ്റൂല. ഭൂമിക്കുള്ളില് നിങ്ങൾ അതിലേക്ക് നിങ്ങൾ താഴ്ന്നു പോകും, ആണ്ടുപോകും, ചെളിയിൽ കുടുങ്ങിപ്പോകും, പുതഞ്ഞു പോകും. അള്ളാഹു റസൂൽ പറഞ്ഞു, അങ്ങനല്ലേ എടുത്തത് ഇടുക്കിയില് ചെളിക്കുണ്ടിൽ നിന്ന്. ആരാന്ന് മനസ്സിലായില്ല. കാല് പിടിച്ചപ്പോ കാല് മാത്രം അടന്നു വന്നു. ആ കാല് ആരുടെയാന്ന് അറിയാൻ വേണ്ടി DNA ടെസ്റ്റ് നടത്തി. DNA പെണ്ണിന്റെ ആണോ ആണിന്റെ ആണോ എന്ന് മനസ്സിലാക്കാൻ. അത്രത്തോളം അവസ്ഥ. അതിന്റെ അർത്ഥം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാതെ പന്നിയെ പോലെ, അതല്ലാതെ കുരങ്ങനെ പോലെ കോലം മറിക്കുന്നില്ല. നമ്മുടെ ഈ നിലവിലുള്ള കോലം മാറിപ്പോകും. ശരിയല്ലേ? എന്തോ
ഇന്തോനേഷ്യയുടെ ഫോട്ടോ നമ്മൾ കണ്ടില്ലേ? കോലങ്ങൾ എങ്ങനെയാണ്? നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹു നീ കാക്കണേ പടച്ചവനെ, അല്ലാഹു നീ കാക്കണേ പടച്ചവനെ, അല്ലാഹു നീ കാക്കണേ പടച്ചവനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞു. നമസ്കാര ശേഷം നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. കാന യസ്തഈദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ഇസ്തആദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എപ്പോഴും കാവൽ ചോദിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നതി മാ ളഹറ മിൻഹാ വമാ ബത്തൻ. اللهم إني أعوذ بك من الفتن ما ظهر منها وما بطن. അല്ലാഹുവേ, രഹസ്യമായും പരസ്യമായും ഒളിഞ്ഞതും തെളിഞ്ഞതുമായ ഫിത്നകളിൽ നിന്ന്, ഈ പരീക്ഷണങ്ങളിൽ നിന്ന് പടച്ചവനെ, ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. ഞാൻ നിന്നോട് അഭയം തേടുന്നു പടച്ചവനെ, കാവൽ തേടുന്നു പടച്ചവനെ എന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. എല്ലാ നമസ്കാര ശേഷവും നമ്മളോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും അങ്ങനെ ദുആ ചെയ്യണേ. എവനതിനുള്ള സമയം? അള്ളാഹയോട് ചോദിക്കാൻ എവനതിനുള്ള സമയം? അള്ളാഹുവിന്റെ റസൂൽ അതുവരെ നമുക്ക് പഠിപ്പിച്ചു. അപ്പൊ നമ്മുടെ കോലം തന്നെ മറിക്കപ്പെടും. എന്തേ കാരണം? പ്രകൃതി വിരുദ്ധ ലൈംഗികത അധികരിച്ചാൽ അനുവാദം കിട്ടിയില്ലേ? ഇന്ത്യയിൽ അനുവാദം കിട്ടിയില്ലേ? ആ മൂള് നിങ്ങൾ മൂളിയെങ്കിലല്ലേ? അല്ലെങ്കിൽ ഞാൻ വെറുതെ കള്ളത്തരം പറഞ്ഞിട്ട് പോവാന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആണുമായിട്ട് പെണ്ണുമായിട്ട് എന്തിനുള്ള അനുവാദമായി? അപ്പൊ ഇനി മുസ്ലിയാരാണ് മദ്രസ കുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പരാതി ഇട്ടിന് വരാൻ പാടില്ല. അനുവാദം പൊതു അനുവാദമായി, സുപ്രീം കോടതി ഉത്തരവ് അല്ലേ? പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ എങ്ങാനും ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? കോലം മറിക്കപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സുപ്രീം കോടതി അനുവാദിയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും പരിപാടിക്ക് പോകാൻ പറ്റുമോ? വേറൊരു അനുവാദം കൂടെ കിട്ടി. എന്താണ്? വിവാഹേതര ബന്ധം അല്ലേ? ഇല്ല കിട്ടിയില്ലേ? ഇവിടെ വന്നില്ല റിപ്പോർട്ട്. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, കെട്ടിയോനും രണ്ട് മുറിയിലായിരുന്നു, ഇപ്പൊ ഒരു മുറി കിടക്കാൻ തുടങ്ങിയവര്. ചില വീടുകളിലൊക്കെ അങ്ങനെ അല്ലേ ഉസ്താദേ? ചില വീടുകളിലൊക്കെ അങ്ങനെയാണ്, ഭാര്യ വേറെ ഭർത്താവ് വേറെ. അതുകൊണ്ട് ഇപ്പൊ ഒരു മുറിയിൽ കിടക്കാൻ തുടങ്ങി. അതും കൊള്ളാം, സുപ്രീം കോടതിയുടെ നല്ലൊരു ഉത്തരവാദം. എന്തിനാ? സ്നേഹം കൊണ്ടല്ല, അടിച്ചു മാറ്റുമോ എന്ന് പേടിച്ചിട്ട്. സ്നേഹം കൊണ്ടത് അങ്ങനെ നടക്കില്ല. കൊള്ള എത്ര പ്രാവശ്യം അവള് പറഞ്ഞു, ഇവിടെ വന്ന് കിടക്ക. പോട്ടെ, ഞാൻ കൂടെ ഒന്ന് കയറുന്നില്ല. വന്നപ്പോഴേ ഒരാൾ പറഞ്ഞു, ഉസ്താദേ നമ്മുടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, അതൊന്നും പറയല്ലേ. ഞാൻ അതൊന്നും പറയുന്നില്ല, പോട്ടെ. ചില വിഷയം പറഞ്ഞ് ഞാൻ പറയൂല, അറിയാതെ ചിലപ്പോ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുഞ്ഞിരുന്നേക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹേതര ബന്ധം എന്തുകൊണ്ടാണ് ഭൂകമ്പുണ്ടെന്നൊരു ഹദീസ് കേട്ടോ. അതുകൊണ്ടെല്ലാം പറഞ്ഞുതരാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു മോനെ വക്കലെടുക്കുന്നുണ്ട്. ചങ്ങാതിമാരെ സമയമാകുമ്പോൾ ഇവിടെ കൊണ്ട് വെച്ചേരെ, ഞാൻ പറയാം. 2 മണിക്കൂർ പ്രസംഗിക്കണം. 9:40 തുടങ്ങിയല്ലയോ? ആന്നോ? 9:10 11:30ക്ക് മുമ്പ് തീർക്കണം. എന്റെ വീടിനടുത്തൊരാൾ മരണപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകണം. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. എന്നാലും കുഴപ്പമില്ല, ഇത്രയൊക്കെ കേട്ടില്ലേ? ഇനി എന്ത് കുലുങ്ങാൻ, എല്ലാം കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. അനസ് റളിയല്ലാഹു തആല അൻഹു ചില സഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് ചോദിച്ചു. അല്ല, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. فقال لها الرجل يا أم المؤمنين حدثني عن الزلزلة. ഭൂകമ്പം ഉണ്ടാകുകയും ഭൂമി കുലുക്കം ഉണ്ടാകുന്നതിന് കാരണം ഒന്ന് പറഞ്ഞതാ. എന്തുകൊണ്ടാണ് ഭൂമി കുലുങ്ങുന്നത്? പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പ്രകൃതിയുടെ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്, അതിന്റെ കാരണം ഒന്ന് പറഞ്ഞതാ. ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, 3 കാരണം. മഹദി അവർ പറഞ്ഞു 3 കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 5 കാരണം, അത് വേറെ. അതിലൊന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അതിന്റെ അംശം വരുന്നുണ്ട്, അതായത് ഇതും കൂടെ ചേർത്ത് പറയുന്നു. നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണം ഇൻഷാ അല്ലാഹ്. നമ്മൾ പൈസ എന്തിനും കുഴപ്പമില്ല, വാള് കേട്ടിട്ട് പോകും. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നല്ലപോലെ കേൾക്കണം. ഇപ്പൊ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞത് എത്ര വലിയ കാര്യമാണ്. വിവാഹേതര ബന്ധം അനുവദനീയല്ലേ? വിവാഹേതര ബന്ധങ്ങൾ അനുവദനീയമാകുന്ന ഒരു കാലം വന്നാൽ, ഞാൻ പറഞ്ഞ വാക്കല്ല, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ
ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണം അനസ് റളിയല്ലാഹു തആല പോയി ചോദിച്ചു ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണം എന്താന്ന് പറഞ്ഞതാ മഹദി അവർകളെ. അപ്പൊ പറഞ്ഞു കൊടുത്ത മറുപടിയാണ് ഇദസ്തബാഹു അസ്സിനാ വശുരിബത്തിൽ ഖുമൂർ വളറബു ബിൽ മആസിഫി ഗാറല്ലാഹു ഫീ സമാഇ فقال الله للأرض تزلزلي فإن تابوا ونزعوا وإلا أهدمها عليهم. മൂന്ന് കാരണങ്ങളാ മഹദി അവരോട് പറഞ്ഞത്. ഭൂമി കുലുങ്ങാനുള്ള കാരണം മൂന്ന് കാരണം. എന്താ പറഞ്ഞത്? ഒന്ന്, വിവാഹേതര ബന്ധങ്ങൾ അനുവദനീയമാകുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് എന്തുമാകാം. വന്നില്ല നിയമം. ഇതിനു മുമ്പ് ഇസ്ലാം പറഞ്ഞില്ലേ ഇങ്ങനെ വരുമെന്ന്? ഇസ്ലാം പറഞ്ഞില്ലേ? ഇതിന് ഉപോത്ബലകമായി വേറെ ഹദീസുകളുണ്ട്. ഇങ്ങോട്ടേക്കൊന്നും പോയാൽ ഒന്നും പ്രസംഗവും തീരൂല്ല, 35 പാക്കറ്റും കിട്ടൂല. ഇങ്ങോട്ടൊന്നും പോകുന്നില്ല സംഭവം. ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നും നാളെ ഒന്നും പറഞ്ഞാൽ തീരരുത്. മൊത്തം ഓരോന്നോരോന്നും എല്ലാ നിയമങ്ങളും അല്ലാഹു റസൂൽ പറഞ്ഞിട്ട് ഇവിടെ പോയത്. എല്ലാം ക്ലിയർ എല്ലാം പറഞ്ഞിട്ടാ പോയത്. ഒന്നും ഇനി പറയാൻ ബാക്കി വെച്ചിട്ടില്ല. വിവാഹേതര ബന്ധങ്ങൾ അനുവദനീയമാകുന്ന കാലം വന്നാൽ എന്താ സംഭവം ഇല്ലേ? അനുവദനീയമായ ഒരു കാലം വന്നില്ല. ഇനി എന്താ ഇപ്പൊ സംഭവം? ഇതിനകത്ത് ഇനി എന്താ പറയാൻ? എത്രത്തോളം എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ പരസ്യമായിട്ട് ഈ പരിപാടിക്ക് പോകുന്ന പറഞ്ഞത്. പരസ്യമായിട്ട് ഇപ്പൊ ആകാൻ കുഴപ്പമില്ല. അത് അതീതുണ്ട്. അരിച്ചാണല്ലോ ഇപ്പൊ വലിയ കാര്യം. സ്കൂളിലും ബൈക്കിനകത്തൊക്കെ കയറിയിരുന്ന് പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ ജിറാഫ് പോകുന്ന പോലെ ഇരിക്കുന്നെങ്കിൽ പോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയണം. സ്കൂളിലൊക്കെ പോകുമ്പോ എന്താ സംഭവം? ഞാൻ ഇന്നിപ്പോ കേട്ടു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ ലവ് വന്നു. എന്താ റബ്ബേ ഇത് എവിടെ കൊണ്ടുവച്ചാ ലവ് ഉണ്ടാക്കുന്നുള്ള അറിയാൻ പറ്റും. 4ാം ക്ലാസ്സിൽ ഉണ്ട്. അത് പറഞ്ഞ ബഹുമാര് ചിരിയുണ്ടാവും. കൊച്ചു കുണ്ടന്മാര് കൊള്ളാം. മാരുടെ ചിരി ഉണ്ടാവും. അത് തന്നെയാണ് പേര്. ഇപ്പോഴേ പഠിച്ച് ആ സാധനത്തിന്റെ പേര് ഇപ്പോഴേ അവന്മാർ. അല്ലെങ്കിൽ അവർ ഒരു നാളെ കുട്ടികൾക്ക് പോലും അങ്ങനെ ആയിപ്പോയി. ആലോചിച്ച് നോക്കുക അബീവേ ഇല്ലേ? ഇനി വളർന്നുള്ള അവസ്ഥ എന്താ? പണ്ട് നമ്മൾ മുസ്ലിംരായത് നന്നായി, അല്ലെങ്കിൽ നമ്മൾ ഇതിനേക്കാൾ ഏറ്റവും വലിയ ലവറായി പോയനെ. അള്ളാഹ് നമ്മളെ സംരക്ഷിച്ച. ഇതൊക്കെ ഉള്ളത് കൊണ്ട് പേടിയാ. പെണ്ണുങ്ങൾ ഇങ്ങോട്ടും എടുക്കൂല, നമുക്ക് അങ്ങോട്ടും എടുക്കാൻ ആഗ്രഹമില്ലഞ്ഞിട്ടല്ലോ. ആർക്ക് മനുഷ്യന്മാർ ആഗ്രഹമില്ലാത്ത മലക്കുകൾ പോലും ആഗ്രഹിച്ചല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞ ആറുവത്തും ചരിത്രം എന്താ? നിങ്ങളെന്താ വിചാരിച്ചതൊക്കെ? അതൊക്കെ പോട്ടെ. പക്ഷേ അതിലേക്കൊന്നും കിടക്കണ്ട. അപ്പൊ ഞങ്ങളെ മാത്രം നിങ്ങൾ കുറ്റം പറയരുത്. ഞങ്ങൾ നിങ്ങളെ പോലെ മനുഷ്യന്മാരൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങളെ മാത്രം കുറ്റം പറയണ്ട. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ ഇഫത്തിലാക്കട്ടെ. ദുനിയവി ഉഖ്റവി ഫളീഹത്തിൽ നിന്ന് യാ അല്ലാഹ് നീ കാക്കണേ റബ്ബേ, നീ കാക്കണേ റബ്ബേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരു കാലം വരും. എന്താ റബ്ബേ, ഹബീബായ തങ്ങളുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാല് ഓരോരോ സംഭവം വരുമ്പോൾ നമ്മളെ ഓരോ ഹദീസുകളൊക്കെ നോക്കുമ്പോൾ പടച്ചോനെ എന്ത് ഇന്നലെ ഇറങ്ങിയതാണോ? لا تقوم الساعة حتى يتصافد الناس تصافد البهائم في الطريق. ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. പരസ്യമായി ജനങ്ങൾ നടുറോഡിൽ വെച്ച് മൃഗങ്ങളെ പോലെ വീഴ്ച നടത്തുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല എന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. മൃഗങ്ങളെ പോലെ. മൃഗങ്ങൾ റോഡ് സൈഡിലല്ലേ? മൃഗങ്ങൾക്ക് അങ്ങനെ വല്ല ഉണ്ടോ? നമ്മളെ പറയണം എന്താണ് മൃഗത്തെ പോലെ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? മൃഗങ്ങളെ പോലെ ഇവനും തുടങ്ങി. വഴിയോരങ്ങളില് റോഡിന്റെ സൈഡില് പറഞ്ഞ വാക്കാണ്. അപ്പൊ എന്താ അടുത്തത് സംഭവിക്കുന്നത്? 3 കാര്യം. ഒന്നുകൂടെ വേറൊരു ഹദീസ്. ഓരോന്നോരോന്ന് വേറെ പോകും. അതാണ് ഇപ്പൊ. അപ്പൊ ആദ്യത്തെ വിട്ടുപോകും. അതല്ല ഈ പ്രശ്നങ്ങള്. അല്ലാഹുവേ, ലോകത്ത് ഇത് അനുവദിക്കപ്പെട്ട സ്ഥലമാണ് അമേരിക്ക. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വിവാഹേതര ബന്ധം അനുവദിക്കപ്പെട്ടു. വർഷത്തിൽ 56,300 എയ്ഡ്സ് രോഗികൾ ഉണ്ടാകും. വർഷത്തില് 18,000 പേര് വർഷത്തിൽ മരണപ്പെട്ടു പോകുന്നു. 3 ലക്ഷം
അവിവാഹിതകൾ ഗർഭിണികളാണ്. 3.5 ലക്ഷം പെണ്ണുങ്ങളുടെ ഗർഭം അലസുന്നു. അവിടെ അബോർഷൻ നടത്തുന്നു അമേരിക്കയിലെ. ഒരു പുസ്തകത്തിലുള്ളതാ. പുസ്തകത്തിന്റെ പേരെന്താ? ഫാദർലെസ് അമേരിക്ക, തന്തയില്ലാത്ത അമേരിക്ക. പുസ്തകത്തിന്റെ പേരാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പാപ്പാട് ആവശ്യമുണ്ടോ ഇതിനുമല്ലോ? വരുന്നവനും പോകുന്നവനും ഒക്കെ കയറി ഇറങ്ങാവുന്ന സൂപ്പർ മാർക്കറ്റായി മാറി പെണ്ണുങ്ങള്. ഇഷ്ടമുള്ളവന് വരാം, ഇഷ്ടമുള്ളവർക്ക് പോകാം. അങ്ങനെയായി മാറിയില്ലേ? ഇത് പാശ്ചാത്യ സംസ്കാരമാണ്, ഇന്ത്യൻ സംസ്കാരമല്ല. ഇന്ത്യയിലും അങ്ങനെ നിയമം വന്നുപോയി. എന്റെ മുസ്ലിം സഹോദരി സഹോദര, നമ്മൾ സൂക്ഷിച്ചു. നമ്മുടെ ദീന അല്ലാഹു നമ്മളെ അനുഗ്രഹിച്ച ദീനാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റൊന്നും അല്ല. അമ്മക്ക് കാശറിന് ഇരിക്കാൻ ഒരു സ്ഥാനമുണ്ട്. അയാൾക്ക് മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. വേറെ ആർക്കും അവിടെ കയറി തോണ്ടാൻ പറ്റൂല. അത് പരിശുദ്ധമായ ശരീഅത്തിന്റെ നിയമമാണ്. തങ്ങൾ പറഞ്ഞു 3 കാര്യങ്ങൾ അധികരിച്ചാൽ എന്റെ ഉമ്മത്ത് ശരീഅത്തിൽ നിന്ന് പുറത്തു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താ സംഭവം? لا تزال الأمة على هذه الشريعة إلا ظهر فيهم ثلاث كما قال رسول الله. 3 കാര്യങ്ങൾ വെളിപ്പെട്ടാൽ എന്റെ ഉമ്മത്ത് ശരീഅത്തിൽ നിന്ന് പുറത്താണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. 1 മാലം യുഖ്ബദ മിൻഹുൽ ഇൽം, അവരിൽ നിന്ന് ഇൽമ് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ഉമ്മത്ത് ശരീഅത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമത്രേ. അല്ലാഹുവേ, എങ്ങനെയാണ് ഉമ്മത്ത് ഇൽമ് പിടിക്കപ്പെടുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാര് മരണപ്പെട്ടു പോകലാണ്. ദീനിന്റെ സഭകൾ ഉണ്ടാവുകയില്ല, ദീനിന്റെ സദസ്സുകൾ ഉണ്ടാവുകയില്ല. ദീന് പറഞ്ഞാൽ കേൾക്കാൻ ഈ ഉമ്മത്തിനൊരു താല്പര്യവും ഉണ്ടാവുകയില്ല. ഈ അടുത്ത സമയത്ത് മഹാന്മാര് എത്ര പേരാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്? വടക്കൻ കേരളത്തിലെ എത്രയെത്ര പണ്ഡിത മഹത്തുക്കൾ, തെക്കൻ കേരളത്തിൽ ഖിദ്മത്തെടുത്ത ഇന്നലെ മരണപ്പെട്ട ബഹുമാനപ്പെട്ട ശൈഖുന ബീരാൻകുട്ടി ഹസ്രത്ത് നവ്വറല്ലാഹു മർഖദഹു, അല്ലാഹു അവിടുത്തെ ദറജാത്തുകൾ ഉയർത്തി കൊടുക്കട്ടെ. പടച്ചവനെ ദറജാത്തുകൾ ഉയർത്തണേ അല്ലാ, അവരുടെ സയ്യിആത്തുകൾ ഹസനാത്തുകളാക്കണേ അല്ലാ. മഹാന്മാരോടൊപ്പം സാലിഹീങ്ങളോടൊപ്പം ഞങ്ങളെ നീ സ്വർഗ്ഗത്തിലെത്തിക്കണേ അല്ലാ. അതിനു മുമ്പ് എത്രയോ സഹോദരങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാര്, തലയെടുപ്പുള്ള പണ്ഡിതന്മാർ മരണപ്പെട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇൽമുകൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ആത്മീയ ആചാര്യന്മാരായ സാലിഹീങ്ങളായ മഹത്തുക്കൾ മരണപ്പെട്ടു പോകലാണ്. എന്നെ പോലുള്ള ചണ്ടികൾ മാത്രം അവശേഷിക്കും. ചണ്ടികള്, സാലിഹീങ്ങളൊക്കെ പോകും, നല്ല നല്ല മഹാന്മാർ, ചണ്ടികൾ മാത്രം അവിടെ കാണും. ചാവൂല്ല, ചാക്കാലയില്ല, അങ്ങനത്തെ കുറെ എണ്ണം മാത്രം. ആലിമീങ്ങൾ പറയുന്ന വാക്കുകൾക്ക് വില കാണുകയില്ല. എന്റെ ഉമ്മത്തികളുടെ മേലൊരു കാലം വരും, ആലിമീങ്ങളുടെ വാക്കുകളെ അവർക്ക് വില കൊടുക്കുകയില്ല. മിമ്പറിൽ മെഹ്റാബിലും കല്യാണ വീട്ടില് ഗാനമേള പാടില്ല എന്ന് പറഞ്ഞ മുസ്ലിം എന്ന് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യും. എന്താ മോനെ, ബക്കറ്റ് എടുത്തോണ്ടാ, നീ പേപ്പർ ഒന്നും കൊണ്ടുവരണ്ട, ബക്കറ്റ് എടുത്തോണ്ട് വാ. അവന്മാർക്ക് എന്ത് പ്രസംഗം, എന്ത് പോകും അവന്മാർക്ക്. ബക്കറ്റിന് അന്ന് ഒന്നേ അത് തന്നെ എനിക്കറിയാം. അവന്മാർക്ക് ഇപ്പൊ എന്ത്, കാരണം നീ പ്രസംഗിച്ച ഉള്ള ലൈനും കൂടെ അവന്റെ കട്ടാവും. അതുകൊണ്ടായിരിക്കും ഇവന്മാർ ഈ പ്രസംഗം ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതായിരിക്കും സംഭവം. പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രസംഗിച്ചു പോകുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേക്കാം. മൂന്നാമത്തെ എന്താ? രണ്ടാമത് ജാരസന്താനങ്ങൾ അധികരിക്കും. ഒന്നാമത് മൂന്നാമത് സഖാറൂൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ സമൂഹത്തിൽ വെളിപ്പെടുമത്രേ. ഖാലൂ യാ റസൂലല്ലാഹ്, നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാ, വമ സഖാറൂൻ,
ഖാറൂൻ എന്ന് പറഞ്ഞാൽ അതാരാണ് നബിയേ? അതേത് വിഭാഗമാണ് നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നശഉൻ, അതൊരു വിഭാഗമാണ്, യകൂനൂന ഫീ ആഖിരി സമാൻ, ആഖിർ സമാനിൽ അവർ വരുന്നവരാണ്. തഹിയ്യതുഹും ഇദാ തലാഖൂ, അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ അവരുടെ അഭിവാദ്യം എന്ന് പറഞ്ഞാൽ അത്തലാഉനു, ശാപവും മോശമായ വാക്കുകളുമാണ്. പരസ്പരം കണ്ടുമുട്ടുമ്പോ അളിയാന്നല്ല പറഞ്ഞ, ഡാഷ് മോനെ എത്ര പ്രാവശ്യമാണ് എന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്, എവിടെയാണ് ഡാഷ്, ഈ ചുമട്ടൊഴിലാളികളൊക്കെ ഡാഷ് വായി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. എന്തിനാണ് നീ അങ്ങനെ ചീത്ത വിളിക്കുന്നത്? ചുമ്മാ അല്ലേ അളിയാ, നിന്നെ അല്ല വേറെ ആരെ വിളിക്കാൻ, ആളായിരിക്കട്ടെ, രണ്ടെണ്ണം ബർക്കത്തിനിരിക്കട്ടെ, രണ്ട് ചീത്തയും കൂടെ പച്ചയ്ക്ക് 2019 രജിസ്റ്റേർഡ് 4 രജിസ്റ്റേർഡ് നമ്പർ കിട്ടുമോ? നമ്പർ പോലും കിട്ടിയില്ല, ഐറ്റം വിട്ടുകൊടുക്കാണ് സംഭവം. തിരുവനന്തപുരത്തൊക്കെ പോയ തള്ളേ എന്ന് പറഞ്ഞാൽ തള്ളേന്ന് വിളിച്ചാൽ തന്തേ, തള്ളേന്നൊക്കെ വിളിച്ചാൽ വേറെ ഭാഷയാണ്. അപ്പൊ ആ നബിതങ്ങൾ പറഞ്ഞു, ഞാൻ ഹദീസ് ഓതിട്ടേ പറഞ്ഞോ, ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ തെറ്റിദ്ധരിക്കരുത്, അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുന്നതിന് പകരം അശ്ലീല വാക്കുകൾ കൊണ്ടായിരിക്കും ഈ സമുദായം കണ്ടുമുട്ടുന്നത്. ശരിയല്ലേ ഹബീബേ? ശരിയല്ലേ? നമ്മളിന്ന് കണ്ടുമുട്ടുമ്പോ ഒക്കെ വിളിക്കുന്ന വിളി അതല്ലേ? മായും പായും കായും ഒക്കെ ഇട്ടിട്ട് വിളി എന്താ വിളിക്കുന്നത്? കടകളിൽ പോകുമ്പോഴും ചന്തയിൽ കാണുമ്പോഴും ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ 2 വിളി അങ്ങോട്ട് വിളിച്ചിട്ട് പറയും, ഇത്ര പേരാണ് എന്നെ വിളിക്കുന്നത്. എന്നിട്ട് മറ്റേ ഭാഗം കൂടെ പൂരിപ്പിച്ചു കൊടുക്കും. അത് അളിയ, ഉറങ്ങിപ്പോയ അളിയ, ആ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് വേടാ, നല്ല മോനെ. നബിതങ്ങൾ പറഞ്ഞ വാക്ക് ഹബീബേ, ഇത് വെളിപ്പെടുമെന്ന് പരസ്യമായിട്ട് ചന്തയിലൊക്കെ പോയ എന്താ? സുബൈ നിസ്കരിച്ച കാക്കാമാരി മീൻ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിക്കുന്നത്. വിളി ഒടുക്കത്തെ വിളി തന്നെ ആചാരങ്ങളുടെ വിളി. എന്തായാലും ഫാത്തിഹയുടെ കൂടെ ഇത് വിളിക്കാഞ്ഞത് പള്ളിക്കകത്ത് വെച്ച്. ചന്തയിലൊക്കെ വന്നിട്ട് നല്ല നിസ്കാരമുള്ള ഒരു വിഭാഗത്തുള്ളവരൊക്കെ അങ്ങനെ വിളിക്കരുത്. അനാവശ്യ വാക്കുകൾ വന്നു പോകരുത്. വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ നിന്ന് കേൾക്കുന്ന ആയത്തെന്താ? ഒന്നാമത്തെ ഖുതുബ ഓതി തീരുമ്പോൾ ആയത്തെന്താ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. ഏയ് സത്യവിശ്വാസികളെ, അല്ലാഹയെ പേടിക്ക്, നല്ല വാക്ക് പറ, നല്ല വാക്ക് പറ, നല്ല വാക്ക് പറ, ചീത്ത വിളിക്കല്ലേ, അനാവശ്യം പറയല്ലേ. ബഹുമാനപ്പെട്ട ഖുർആൻ, പരിശുദ്ധ ഖുർആൻ, ഈ 3 കാര്യം വെളിപ്പെട്ടാൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, 3 കാര്യങ്ങളാണ് ഭൂമി കുലുക്കം ഉണ്ടാകാനുള്ള കാരണം. 1, വിവാഹേതര ബന്ധങ്ങൾ അനുവദനീയമാകും, സിനായും ഫനായും അധികമാകും അത്രേ. 2, വശുരിബത്തിൽ ഖുമൂർ, മദ്യം പരസ്യമാകും അത്രേ. എന്റെ പൊന്നു സഹോദരങ്ങളെ, പെട്ടിക്കടയിൽ പോലും മദ്യമല്ലേ, മുറുക്കാങ്കടയിൽ പോലും ഇന്ന് മദ്യമല്ലേ. എവിടെ വേണോ പരസ്യമായി കഴിഞ്ഞു. നമ്മുടെ മക്കൾ പിഴച്ചു പോകുന്നതാണ്, നമ്മുടെ മക്കൾ പിഴച്ചു പോകുന്നു. ഈ കഞ്ചാവിന് അഡിക്റ്റായി നമ്മുടെ മക്കൾ മാറിപ്പോയി. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ. വിശദീകരിക്കാൻ സമയമില്ല, വേറെ ഒരുപാട് ആയത്ത് അതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ. 3-മത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വളറബൂ ബിൽ മആസിഫി, വാദ്യോപകരണങ്ങളും പാട്ടും മ്യൂസിക്കും അധികരിച്ചാൽ, അതുമായി സമൂഹം വ്യാപൃതരായാൽ, ഖാറല്ലാഹു ഫീ സമാഇഹി, ഖാറല്ലാഹു ഫീ സമാഇഹി, ആകാശത്ത് നിന്ന് അല്ലാഹു കോപിക്കുമത്രേ. ഫഖാല ലിൽ അർളി, ഭൂമിയോട് അല്ലാഹു പറയുകയാ, ഏ ഭൂമിയേ തസൽസലി, നീ ഒന്ന് കുലുങ്ങണേ, ഈ സമൂഹത്തെയും കൊണ്ട് നീ ഒന്ന് കുലുങ്ങണേ. അങ്ങനെ കുലുങ്ങുമ്പോ ഒരു വിഭാഗം ആളുകളെ തൗബ ചെയ്ത് മടങ്ങും, പശ്ചാത്തപിച്ച് മടങ്ങും. ഫൈൻ താബൂ വനസഊ, അങ്ങനെ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ആ കുലുക്കത്തോടെ അല്ലാഹു അങ്ങനെ നിർത്തുമത്രേ. ഇല്ല ഇല്ല, എത്ര കുലുങ്ങിയിട്ടും ഇവർ പാഠം പഠിക്കുന്നില്ല എന്ന് കണ്ടാൽ, അഹ്ദിമഹാ അലൈഹിം, മല ഇളക്കി മറിച്ച്
ഉരുൾപൊട്ടലിലൂടെ അള്ളാഹു ഈ സമൂഹത്തെ നശിപ്പിക്കുമെന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ. ഉടനെ ബഹുമാനപ്പെട്ട സ്വഹാബാക്കളെ ചോദിക്കുകയാ, മഹദി അവരുകളെ, ഇത് അള്ളാഹു നമ്മളോട് അള്ളാഹയെ ധിക്കരിച്ചവർക്കുള്ള ശിക്ഷയാണോ? ഉടനെ മഹദി അവർ പറയുകയാണ്, ബൽ റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വനകാലൻ വഅദാബൻ അലൽ കാഫിരീൻ. അള്ളാഹുവിനെ നിഷേധിച്ചവർക്ക് ശിക്ഷയാണ്, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സാലിഹീങ്ങൾക്ക് ഇതൊരു പാഠമാണ്, ഇതൊരു അവർക്കൊരു ഇബ്റത്താണ്. നമുക്കിതൊരു പാഠം, ഇത് ചെയ്തവർക്ക് ഇതൊരു ശിക്ഷ, ഇനി ഇത് നമുക്കും ഉണ്ടാകും എന്നുള്ള ഭയത്തോടുകൂടി നമ്മൾ ജീവിക്കണം. അതാണ് മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്. അതുകൊണ്ട് ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണം 3 എന്ന് നേരത്തെ നബി തങ്ങൾ പറഞ്ഞ 5 കാരണത്തിൽ ഒന്ന് ബിശുർബിഹിം അൽ ഖംറ, നമ്മുടെ എല്ലാം അതോടുകൂടി നഷ്ടമാവുകയാണ്. ആ വാപ്പയും ഉമ്മയും ഖേദിക്കുന്നു, വിഷമിക്കുന്നു, അറ്റാക്ക് വരുന്നു, സ്ട്രോക്ക് സംഭവിക്കുന്നു. ഈ ശാപം മുഴുവനും ഇവളുടെ തലയിലാണ്. അവസാനം ഇവൾ പട്ടിയെ പോലെ, പന്നിയെ പോലെ ചീഞ്ഞ് അഴുകി ചത്തു കിടക്കുന്ന ഒരു രംഗമാണ് ഈ സമുദായം മൊത്തം കാണാൻ പോകുന്നത്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും പഠിക്കൂല. ആരുടെയൊക്കെ ശാപമാണ്? ഈ 18 വർഷം താലോലിച്ച് വളർത്തിയ ഉമ്മാന്റെ ശാപം, ഉപ്പാന്റെ ശാപം. മടിയിൽ കിടത്തിയിട്ട് തല തടവി കൊടുത്ത്, വെള്ളം കൊടുത്ത്, പാല് കൊടുത്ത് ആ കൈക്ക് തന്നെ കടിച്ചു. ആ ഉപ്പയെയും ഉമ്മയെയും വഞ്ചിച്ചു. 2 വർഷം പഴക്കമുള്ള ചങ്ങാതിക്കാണ് സ്ഥാനം, 18 വർഷം പഴക്കമുള്ള വാപ്പാക്കും ഉമ്മാക്കും ഒരു സ്ഥാനമില്ല. അപ്പോ ഇവളെ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ, വേറെ ഒരുത്തം തെങ്ങിന്റെ മുകളിൽ നിന്ന് ചിരിച്ചാല് അവളുടെയും പിന്നാലെ ഒളിച്ചോടി പോലെന്ന് എന്താ ഉറപ്പ്? അതാണ് മനസ്സിലാക്കേണ്ടത്. 18 വർഷത്തെ ഉമ്മയും ഉപ്പയെയും ധിക്കരിച്ചിട്ട് പോകുമ്പോ നമ്മൾ ചിന്തിക്കണം, അതിലൂടെ മോളെ നിനക്കുണ്ടാകുന്നത് ജാരസന്താനമാണ്. അത് അധികരിച്ചാൽ നിനക്ക് മാത്രമല്ല ഷർറ്, ഈ നാട്ടിലുള്ള മുഴുവൻ പേർക്കും അതിന്റെ ഷർറ് ഉണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ അയൽവക്കത്തെ പെണ്ണിന്റെ കാര്യം നമ്മൾ നോക്കണ്ട, നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിച്ചു, നമ്മുടെ പേരക്കുട്ടികളെ, നമ്മുടെ മകളുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ വാക്കതാണ്. അതല്ലാതെ എല്ലാരെയും നന്നാക്കാൻ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, നടക്കുകയില്ല. നമ്മുടെ മക്കളെ പഠിച്ചു പോകാതെ ദുആ ചെയ്യണം. എന്ത് ദുആ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, കൺകുളിർമയുള്ള ജനങ്ങൾക്ക് മാതൃകയായ മക്കളെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്.